ഫോർട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ ഗ്രീഷ്മയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഗ്രീഷ്മ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് ജീപ്പിലായിരുന്നു കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ട്, കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെ ഗ്രീഷ്മയെ കോടതിക്ക് അകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോൾ ഗ്രീഷ്മ പൊട്ടിക്കരഞ്ഞാണ് കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്നിപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമില്ല. ഗ്രീഷ്മ കോടതിക്ക് അകത്തേക്ക് കയറുന്നു. 3-ാം നിലയിലെ കോടതി മുറിയിലേക്ക് ഇപ്പോൾ ഗ്രീഷ്മ പോകും. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരെ കൂടി ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പുറകിലത്തെ നിർമ്മലകുമാരൻ നായരെ എത്തിച്ചത്. ഗ്രീഷ്മയെ ഈ വഴി എത്തിക്കുകയും ചെയ്തു. പുറത്ത് ഈ വിധി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ആളുകളും ഇവിടേക്ക് നിരവധിയായി എത്തുന്നുണ്ട്. എന്തായാലും കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്ത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ കോടതി നടപടികൾ ആരംഭിക്കാൻ ഇനി വളരെ വളരെ കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ഷാരോണിന്റെ കുടുംബാംഗങ്ങളും അല്പസമയത്തിനകം തന്നെ ഈ വിധി എന്ത് എന്നറിയാനായി കോടതിയിലേക്ക് എത്തും. ഗ്രീഷ്മയുടെ അച്ഛനും അതോടൊപ്പം തന്നെ ഈ കോടതി വെറുതെ വിട്ട ഗ്രീഷ്മയുടെ അമ്മയും കോടതിയിലേക്ക് വിധി കേൾക്കാനായി എത്തുന്നുണ്ട്. അവരും കോടതി മുറിക്കുള്ളിലേക്ക് അല്പസമയങ്ങൾക്കകം തന്നെ എത്തും. അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ആകാംക്ഷ എന്തുണ്ടാകും വിധി എന്നുള്ളതാണ്. നമുക്ക് പിന്നിൽ കാണാൻ കഴിയും. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര കോടതിക്ക് മുന്നിലുള്ള വഴിയാണ്. ആ വഴിയിൽ മാധ്യമപ്രവർത്തകരും ഇവിടെയുള്ള ആളുകളുമൊക്കെയായി നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയാണുള്ളത്. കോടതിക്കകത്തേക്ക് ഇപ്പോൾ തന്നെ ഗ്രീഷ്മ 3-ാം നിലയിലെ കോടതി മുറിയിലേക്ക് ഗ്രീഷ്മ എത്തിയിട്ടുണ്ട്. കോടതി നടപടികൾക്കായി നമ്മൾ അനന്തൻ കൂടി ചേരുന്നുണ്ട്. അനന്തൻ, ഇപ്പോ ഗ്രീഷ്മയെ കോടതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഏതാണ്ട് ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് വിധി ഉണ്ടാവും.